നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. മുസ്തഫിസുർ റഹ്മാൻ ഇത്തവണ IPL കളിക്കില്ല. അദ്ദേഹത്തെ ഒഴിവാക്കണം, ബംഗ്ലാദേശി താരത്തെ കളിപ്പിക്കരുത്, ഒഴിവാക്കണം എന്ന് BCCI തന്നെ KKRനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. BCCIയുടെ സെക്രട്ടറി ദേവജിത്ത് സാക്കിയ ഇക്കാര്യം കൺഫേം ചെയ്യുന്നു. ANIയോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇക്കാര്യം പറഞ്ഞ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. Due to the recent developments which is going on all across, BCCI has instructed the franchisee KKR to release one of their player, Mustafizur Rahman of Bangladesh, from their squad, and BCCI has also said that if they ask for any replacement, BCCI is going to allow that replacement. അതാണ് ഇപ്പോൾ BCCIയുടെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. കാര്യം വ്യക്തമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അതൊന്ന് നമുക്ക് മലയാളത്തിലേക്ക് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഡ്യൂ ടു ദി റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് BCCI KKR ഫ്രാഞ്ചൈസിയോട് ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്, അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അവരുടെ പ്ലേയേഴ്സിൽ ഒരാളെ, അതായത് മുസ്തഫിസുർ റഹ്മാൻ ഓഫ് ബംഗ്ലാദേശിൻ്റെ മുസ്തഫിസുർ റഹ്മാനെ റിലീസ് ചെയ്യാൻ വേണ്ടി BCCI KKRനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അവരുടെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കണം. ഇനി അവർക്ക് റീപ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ, ഇഫ് ദേ ആസ്ക് ഫോർ എനി റീപ്ലേസ്മെൻറ്റ്, BCCI ഈസ് ഗോയിങ് ടു അലൗ ദാറ്റ് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ മുസ്തഫിസുറിനെ ഒഴിവാക്കുന്നത് കൊണ്ട് പകരം താരത്തെ അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ അതെടുക്കാൻ BCCI അനുവദിക്കുകയും ചെയ്യും, പകരം താരത്തെ എടുക്കാൻ അനുവദിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഏതായാലും ദേവജിത്ത് സാക്കിയ BCCIയുടെ സെക്രട്ടറി തന്നെ ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുസ്തഫിസുറിനെ ഇവിടെ കാലുകുത്തിക്കില്ല എന്ന് ചില പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടു. ചില പൊളിറ്റിക്കൽ ലീഡേഴ്സും അത് പറയുകയുണ്ടായി. ബംഗ്ലാദേശിൽ മൈനോറിറ്റീസിനെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധം അവരുടെ താരങ്ങൾക്ക് നേരെയും തിരിയുകയാണ്. ഏതായാലും മുസ്തഫിസുർ റഹ്മാൻ ഇത്തവണ IPL കളിക്കാനുണ്ടാവില്ല എന്ന കാര്യം തീരുമാനമായിരിക്കുന്നു. അതുകൂടാതെ ഇപ്പോൾ ഏകദിന മത്സരങ്ങൾക്ക്, അതായത് ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ അനൗൺസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ദേവജിത്ത് സാക്കിയുടെ ചോദ്യം വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്ന് മീറ്റിംഗ് ഉണ്ട്, സെലക്ടേഴ്സുമായിട്ട് മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ടീമിന് അനൗൺസ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ബംഗ്ലാദേശ് ഈ IPL മുമ്പ് ഇന്ത്യയിൽ വന്ന് ബംഗ്ലാദേശ് കളിക്കേണ്ടതുണ്ട് ഈ T20 വേൾഡ് കപ്പിൽ. ഇനിയിപ്പോൾ അതെങ്ങനെ നടക്കും, അതല്ല അവരുടെ മത്സരങ്ങൾ പൂർണ്ണമായും ശ്രീലങ്കയിലേക്ക് റീഷെഡ്യൂൾ ചെയ്യുമോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.